ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും സച്ചി ഇറക്കിക്കൊണ്ട് വരുന്നത് ചന്ദ്ര കാണുകയാണ്. ആദ്യം ചന്ദ്ര സുധിയെ ഒരുപാട് വഴക്ക് പറഞ്ഞ് തല്ലിയെങ്കിലും പിന്നീട് ചന്ദ്ര മറ്റൊരു തീരുമാനം എടുക്കുകയാണ്. എന്റെ മകനെ ഈ അവസ്ഥയിലാക്കി ആ പേരും കള്ളിയൊന്ന് കാണണം, എന്നിട്ട് അവക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് തിരികെ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സച്ചിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്, നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ടല്ല പോകുന്നത്, ആ പേരും കള്ളിയുടെ അടുത്തോട്ടാ. എന്റെ മകനെ ഈ അവസ്ഥയിലാക്കി അവളെയൊന്ന് എനിക്ക് കാണണം. സച്ചി, കാറെടുക്ക്, നമ്മൾ ആദ്യം പോവേണ്ടത് അങ്ങോട്ടാ. അങ്ങനെ ചന്ദ്രമതിയും സുധിയും സച്ചിയും കൂടി മീരയുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. പിന്നീട് അവരവിടെ എത്തിയ എന്താ സംഭവിക്കാന്നുള്ളത് ഊഹിക്കാലോ. ചന്ദ്രമതി ശ്രുതിയുടെ മുടിക്കുറ്റിക്ക് പിടിച്ചിട്ട് അവളുടെ കരണത്ത് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയെ പിടിച്ചു വലിച്ചു മാറ്റാൻ നോക്കുന്ന മീരയും കൂടി ചന്ദ്രമതി തള്ളിയിടുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ മീര ഒരു ഭാഗത്ത് പോയി വീഴുന്നുണ്ട്. അപ്പൊ തന്നെ ചന്ദ്ര മീരയ്ക്ക് ഒരു അസൽ മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കിടിലൻ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്ര സച്ചിയോട് പറയുന്നതാണ്, സച്ചി നീ വണ്ടി എടുക്ക്, നമുക്കൊരിടം വരെ പോണം. ഇനി എങ്ങോട്ടാ അമ്മേ? ഇവനെങ്ങോട്ട് നേരെ വീട്ടിലോട്ടല്ലേ? അല്ല, എന്റെ മോനെ ഈ അവസ്ഥയിലാക്കി ഒരുത്തിയുണ്ടല്ലോ, സന്തോഷിച്ച് ആ വീട്ടിൽ കഴിയുന്നവള്, അവളെയൊന്ന് എനിക്ക് നേരിട്ട് ചെന്ന് കാണണം. എന്നിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ ചന്ദ്രമതി ഇനി തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് വരത്തുള്ളൂ. അവളെ കണ്ടതിന് ശേഷം എന്തുണ്ടായാലും അത് ഈ ചന്ദ്രമതി നേരിടാൻ തയ്യാറാ. അവൾ ആരോടാ മുട്ടാൻ നോക്കുന്നതെന്ന് അവക്കൊരു നിശ്ചയമില്ല. ഈ ചന്ദ്രമതി ആരാണെന്ന് അവക്കറിയില്ല. അത് ഇന്നത്തോടെ ഞാൻ അറിയിച്ചു കൊടുക്കും. സച്ചി, എന്താ നോക്കിക്കുന്നത്? നിന്നോട് ഞാൻ വണ്ടി എടുക്കാൻ പറഞ്ഞില്ലേ? ശരി അമ്മേ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ പോയിട്ട് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സുധി പറയുന്നുണ്ട്, അമ്മേ, അമ്മയും സച്ചിയും കൂടി പോയാൽ പോരെ? ഞാൻ വരണോ അമ്മേ? പോരാ, നീയും കൂടി വരണം. എൻ്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കരണത്ത് പൊട്ടിക്കേണ്ടത് നീയാ. പക്ഷെ നിന്നെക്കൂടെ ഞാനത് ചെയ്യിപ്പിക്കില്ല. അല്ല, നീ എന്തിനാ അവളുടെ അടുത്തോട്ട് വരാതിരിക്കണം? മുക്കുപണ്ണ തന്ന് നിന്റെ അമ്മയെ പറ്റിച്ചവളാവള്. അവളുടെ മുഖത്തോക്കി നിനക്ക് രണ്ടെണ്ണം പറയണമെന്നില്ലേ? അമ്മേ, എനിക്ക് അവളുടെ മുഖത്തോക്കി ചിലതൊക്കെ പറയണമെന്നില്ലാതിരിക്കുമോ? പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവളെ എനിക്ക് കാണുന്നത് പോലെ ഇപ്പം ഇഷ്ടമല്ല. അപ്പം ചന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട്, അങ്ങനെ നീ ഓരോന്നോരോന്നായിട്ട് ചെയ്യടി. അങ്ങനെ നീ ചെയ്യുന്നതിലൂടെ എൻ്റെ മോൻ്റെ മനസ്സിൽ നിന്നും നിന്നെ എടുത്ത് കളയും. അമ്മേ, അമ്മയൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറയത്തില്ല. ഇന്ന് നീ എന്തായാലും എൻ്റെ കൂടെ വന്നേ പറ്റൂ. നീയും അവളോട് പറയണം, ഇനി മേലിൽ നിന്നെ കാണാൻ ശ്രമിക്കരുതെന്ന്. അവളെ നീ ഡിവോഴ്സ് ചെയ്യണം. ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഒരുത്തി ഇനിയും ജീവിതത്തിലോട്ട് പിടിച്ചു കയറ്റാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവളിപ്പം നിന്നെ ജയിലിലാക്കി. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിച്ചു. മലേഷ്യയിൽ കോടീശ്വരനായ അച്ഛനുണ്ടെന്നും ഇളയച്ചനുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിച്ചു. മോനെ സുധി, ഞങ്ങളെയൊക്കെ പറ്റിക്കുന്നത് പോലെയാണോ അവൾ നിന്നെ പറ്റിച്ചിരിക്കുന്നത്? സ്വന്തം ഭർത്താവിനോട് ആരെങ്കിലും നടന്ന കാര്യം പറയാതിരിക്കുവോ? അവക്ക് നിന്നെ അത്ര പോലും വിശ്വാസമില്ല. എന്ന് വെച്ചാൽ നിന്നെ കരുവാക്കിയാണ് അവൾ ഓരോന്നും കളിച്ചോണ്ടിരുന്നത്. ഇനിയും ഒരു വിഡ്ഢിവേഷം കിട്ടി അവളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നേക്കാളും ഭേദം ഡിവോഴ്സ് വാങ്ങുന്നതാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എടാ സുധി, ഇത്രയും കാലം ഞാൻ ഡിവോഴ്സിനൊന്നും അനുകൂലിച്ചില്ലായിരുന്നു. അവളുടെ ദുഷിച്ച ചിന്താഗതിയൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാന്നായിരുന്നു കരുതിയത്. അതിനെങ്ങനെയാ? അതിനൊന്നും അവള് സമ്മതിക്കത്തില്ലല്ലോ. കള്ളത്തിന് പുറമെ ഓരോ കള്ളങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയൊരിക്കലും എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അമ്മ പറഞ്ഞതിനെ ധിക്കരിക്കാനും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സച്ചി. നിനക്കിപ്പോഴെങ്കിലും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? നീയും രവിയേട്ടനും ഇതുവരെ ഞാൻ പറയുന്നതിനെതിരായിരുന്നല്ലോ. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ സത്യാവസ്ഥ? എന്നാ ഇതൊക്കെ കേട്ടിട്ട് സുധി തല താഴ്ത്തി നിൽക്കാനിട്ടോ. പിന്നീട് കാണിക്കുന്നത് മീരയുടെ വീടാണ്. മീര പറയുന്നുണ്ട്, ശ്രുതി, നീയല്ലേ പറഞ്ഞത് സ്വർണോ പണവും കൊണ്ട് അങ്ങോട്ട് ചെന്നാ നിന്റെ അമ്മായിമ്മയുടെ കണ്ണ് മഞ്ഞളിക്കുമെന്ന്. ഇതിപ്പോ എന്തു പറ്റി? അത് മുക്കുപണ്ടാണെന്നെങ്ങാനും നിന്റെ അമ്മായിമ്മ തിരിച്ചറിഞ്ഞോ? ഓ എൻ്റെ മീരെ, നീ കരിനാക്ക് വളച്ചൊന്നും പറയല്ലേ. എനിക്കതിന് കരിനാക്കൊന്നുമില്ല. ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് മുൻധാരണ തന്നേ ഉള്ളൂ. എന്തിനും തയ്യാറായിരുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന്. ആ സ്വർണം മുക്കുപണ്ടാണെന്നെങ്ങാനും നിന്റെ അമ്മായിമ്മ അറിഞ്ഞാലുണ്ടല്ലോ, അവരിതുവരെ നിനക്ക് തന്ന ശിക്ഷയൊന്നും ആയിരിക്കില്ല ഇനി തരാൻ പോകുന്നത്. പിന്നെ അവരിങ്ങോട്ട് വരട്ടെ. അല്ലേനും അവരാരാ എന്നെ തല്ലാൻ? എൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. അവർക്കെന്താ എന്നെ തല്ലാൻ അവകാശം? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നിനക്കല്ല സുധിയുടെ കൂടെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടോ അനുസരിച്ചും ജീവിച്ചാലേ നിനക്ക് സുധിയുടെ കൂടെ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ആ മണ്ടൻ സുധി പറയണം നിന്നെ കൂടെ കൂട്ടി വേറെ താമസിക്കുമെന്ന്. അയാൾ അങ്ങനെ പറയത്തൂല്ലല്ലോ. ദേ മീരെ, എൻ്റെ സുധിയെ മണ്ടനെന്നൊന്നും പറയണ്ട. ഞാൻ യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത്. നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എൻ്റെ പ്രശ്നമൊന്നുമല്ലല്ലോ. സുധി ഒരു മണ്ടൻ തന്നെയാ. നിന്റെ വലിയൊരു ചതി ആ സുധി അറിയാതെ പോകുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ തെറ്റ്. മീരെ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കും ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറിക്കോളാം. അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. മീരെ, ഒന്നാമതേ ടെൻഷൻ അടിച്ച് നിൽക്കുക ഞാൻ. അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാന്നൊന്നും അറിയില്ല. ആ സ്വർണം കണ്ട് ആൻറ്റിയുടെയും സുധിയുടെയും ഒക്കെ കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വരേണ്ട സമയം കഴിഞ്ഞു. ഇതിപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ.
ശ്രുതി, നീയൊന്ന് വേണമെങ്കിൽ നിന്റെ ബാമാൻറ്റിയെ വിളിച്ചോക്ക്. അവരാണല്ലോ നിന്റെ ആൻറ്റിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അത് ശരിയാ, ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ബാമയ്ക്ക് വിളിക്കാണ്. ബാമയാണെങ്കിൽ പുറത്ത് നിന്ന് പച്ചക്കറി വാങ്ങിച്ച് നടന്നുകൊണ്ട് വരാണ്. കോള് കണ്ടപ്പോൾ തന്നെ ബാമ ഫോൺ എടുക്കുന്നുണ്ട്. ശ്രുതിയാണല്ലോ, ഇപ്പം ഫോൺ എടുക്കണോ? എടുത്താൽ അത് പ്രശ്നമാവും. എന്തെങ്കിലും അടുത്ത വള്ളിയായിട്ട് വരുമായിരിക്കും. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതും പറഞ്ഞ് ബാമ ഫോൺ എടുക്കാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ശ്രുതി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയ കഷ്ടമാണല്ലോ. 1 or 2 തവണ വിളിച്ച് എടുത്തില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ 3-ാം തവണയും വിളിച്ച് എടുത്തില്ലെങ്കിൽ അവൾ എന്ത് കരുതും? അയ്യോ, ഇനി എൻ്റെ വീട്ടിലെ ഫാനിലെങ്ങാനും കെട്ടി തൂങ്ങോ ഈശ്വര. ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാമ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ശ്രുതി. ആൻറ്റി എവിടെയായിരുന്നു? ഞാൻ 1-2 തവണ വിളിച്ചല്ലോ. അത് പിന്നെ ഞാൻ പുറത്തായിരുന്നു. ഫോണ് ബാഗിലായിരുന്നു, അതുകൊണ്ടാണ് കേൾക്കാഞ്ഞത്. ഓ, അതായിരുന്നല്ലേ. ഞാൻ കരുതി എൻ്റെ ഫോൺ എടുക്കാതെ ബാമാൻറ്റി മാറി നിൽക്കുകയാണെന്ന്. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ശ്രുതി വിളിച്ച കാര്യം പറ. ഞാൻ കുറച്ച് തിരക്കില്ല. അല്ല, ചുമ്മാ വിളിച്ചതാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ ആൻറ്റി, ഞാൻ ചുമ്മാ വിളിച്ചതല്ല, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യമാ? ദേ ശ്രുതി, ആദ്യം തന്നെ ഞാൻ പറയാം, അന്നത്തെ പോലെ എന്തെങ്കിലും പണി ഒപ്പിക്കാനാണെങ്കിൽ എന്നെ കിട്ടത്തില്ല കേട്ടോ. അയ്യോ ആൻറ്റി, അതൊന്നുമല്ല. ആൻറ്റിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ബാമാൻറ്റിയെ വിളിച്ചിരുന്നില്ലേ? എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ബാമാൻറ്റി പോയില്ലേ? എനിക്ക് പോവാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓ, അപ്പോൾ ബാമാൻറ്റി പോയിട്ടില്ലല്ലേ? ഇല്ലെന്നേ. അല്ല, ആൻറ്റി ബാമാൻറ്റിയെ വിളിച്ചിരുന്നോ? ഇല്ല. ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം വിളിച്ചിരുന്നു. ഞാനെന്താ ചെല്ലാതിരുന്നതെന്ന് ചോദിച്ചിട്ട്. അല്ല, ഇതൊക്കെ എന്തിനാ ഇപ്പം ശ്രുതി അറിയുന്നത്? അല്ല, ഞാൻ ഈ ബർത്ത്ഡേക്ക് ആൻറ്റിക്ക് ഗിഫ്റ്റായിട്ട് സ്വർണ്ണമാല കൊടുത്തിരുന്നു. അത് ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, ആ സ്വർണ്ണമാലയുടെ കാര്യമാണോ? എന്നാ കേട്ടോ, അവൾക്കൊരു സ്വർണ്ണമാല വാങ്ങിക്കൊടുത്ത് അവളുടെ മനസ്സ് മാറ്റാന്നൊന്നും നീ കരുതണ്ട ശ്രുതി. അത് നടക്കാൻ പോകുന്നില്ല. അവൾ ആ സ്വർണ്ണമാല ശ്രുതിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നല്ലോ നിനക്ക് തരാൻ വേണ്ടി. എൻ്റെ കയ്യിലോ? നിന്റെ കയ്യിൽ കിട്ടിയില്ലേ? ഏയ് ഇല്ല. ശ്രുതി അതുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ ശ്രുതി. ശ്രുതി, ഞാൻ നടുറോട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ശരി ആൻറ്റി. അപ്പം തന്നെ മീര ചോദിക്കുന്നുണ്ട്. ശ്രുതി, എന്താ ബാമാൻറ്റി പറഞ്ഞത്? അവരുടെ മനസ്സ് അതുകൊണ്ടൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ലെന്ന്. ശ്രുതിയുടെ കയ്യിൽ ആ സ്വർണം ഇങ്ങോട്ട് കൊടുത്തുവിട്ടെന്നാ പറഞ്ഞത്. പക്ഷേ ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. നിന്റെ കയ്യിൽ ശ്രുതി തന്നിരുന്നോ? എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ശ്രുതി? അതും ശരിയാണല്ലോ. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അമ്മേ, ഇതാ മീരയുടെ വീട്. ഇവിടെയാണല്ലോ ഇപ്പം ശ്രുതി ഉള്ളത്. മീരയുടെ വീടെത്തിയല്ലേ? എടാ ശ്രുതി, ഇറങ്ങ്. അമ്മേ, ഞാൻ വരണോ? നീ വരണം, വന്നേ പറ്റൂ. വന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ പറയാനുള്ളതാ. ഇറങ്ങടാ വണ്ടിന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നാലെ തന്നെ സച്ചിയും ശ്രുതിയും ഇറങ്ങി വരാൻ കേട്ടോ. അങ്ങനെ ചന്ദ്രമതി വീട്ടിലേക്ക് നേരെ മാസമായിട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഈ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രുതിയും മീരയും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. മീരെ, അതാരാ? എനിക്കറിഞ്ഞൂടാ. അല്ല, നീ ഫുഡോ മറ്റോ ഓർഡർ ചെയ്തിരുന്നോ? ഏയ് ഇല്ലല്ലോ. എന്നാൽ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് മീര നേരെ ഡോറ് പോയി തുറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചന്ദ്രമതിയാണ് കാണിക്കുന്നത്. അയ്യോ, ഇതാര്? ആൻറ്റിയോ? തൊട്ട് പിന്നാലെ തന്നെ സച്ചിയെയും ശ്രുതിയെയും കാണിക്കുന്നുണ്ട്. ശ്രുതിയുണ്ടല്ലോ. ആൻറ്റി, അവിടെ നിൽക്കാതെ അകത്തോട്ട് കയറി വാ. ഞാൻ നിന്റെ ക്ഷണം സ്വീകരിക്കാൻ വന്നതൊന്നുമല്ല. ഇവിടെ ആ പെരുങ്കള്ളി ഉണ്ടോ? അവൾ ഇവിടെയാണല്ലോ കുടിയിരുത്തിയേക്കുന്നത്. എന്ത് പെരുങ്കള്ളിയോ? അതേടി, എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയൊരു പെരുങ്കള്ളി ഉണ്ടല്ലോ. അവൾക്ക് നീയാണല്ലോ അഭയം കൊടുത്തേക്കുന്നത്. ആരാരും ഇല്ലാത്തവർക്കൊക്കെ അഭയം കൊടുക്കാൻ നീ ആരാ? വഴി കൂടെ പോകുന്നവർക്കൊക്കെ കയറി കിടക്കാൻ ഇതെന്താ വഴിയമ്പലമാണോ? എന്ത് വഴിയമ്പലോ? ആൻറ്റി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാടി. ഇവിടെ ഉണ്ടോ ശ്രുതി? ശ്രുതി അകത്തുണ്ട്. എന്നാൽ മാറി നിൽക്കി ഇങ്ങോട്ട്. ഇതും പറഞ്ഞുകൊണ്ട് മീരയെ പിടിച്ച് തള്ളിയിട്ട് അകത്തോട്ട് കയറാണ് ചന്ദ്രമതി. അപ്പം തന്നെ മീര സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ കണ്ടോ? എടി ശ്രുതി. ആ സമയത്ത് ഒളിച്ചിരിക്കുന്ന ശ്രുതി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, നല്ല ദേഷ്യത്തിലാണല്ലോ. ഇപ്പം ഇവരുടെ മുന്നിലോട്ട് ചെന്ന് എന്നെ കടിച്ചു കയറി തിന്നും. എന്താണാവോ പുതിയ വിഷയം? ചിലപ്പോൾ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട് കാണില്ല. അത് മുഖത്തോട്ട് വലിച്ചെറിയാൻ വന്നതായിരിക്കും. എന്നാലും ഇവരെന്തൊരു സ്ത്രീയാ. എടി മീരെ, ഇവിടെ ശ്രുതിയില്ലേ? ഉണ്ട് ആൻറ്റി. ശ്രുതി. അയ്യോ, ഞാനിവിടെ ഉണ്ടെന്ന് അവൾ പറയുകയും ചെയ്തു. അയ്യോ, ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ അവരുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. ആഹാ, ഇതാര്? ആൻറ്റിയോ? അയ്യോ ശ്രുതി, നിക്കടി. എങ്ങോട്ടാ കയറി വരുന്നേ? എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളൊക്കെ കുറേ നാളുകളെ ശേഷാ കാണുന്നത്. ആൻറ്റിയുടെ ബർത്ത്ഡേ ഞാൻ ഓർത്തിരിക്കുമായിരുന്നു. ആൻറ്റിക്ക് ഞാൻ കൊടുത്തുവിട്ട ഗിഫ്റ്റ് മീര കൊണ്ടു തന്നില്ലേ?
പിന്നെ കിട്ടി നന്നായിട്ട് കിട്ടി ബോധിച്ചു. പൈസയൊന്നും നോക്കിയില്ല. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള നല്ലൊരു മാല തന്നെ നോക്കിയെടുത്തു. ഓ ആണല്ലേ, പൈസയൊന്നും നോക്കിയില്ലല്ലേ? ഇല്ല ആൻറ്റി, പൈസ ഞാൻ നോക്കിയതേ ഇല്ല. 2.5 പവന്റെ മാലയാ. എനിക്ക് 2.5 ലക്ഷം രൂപയായി. പക്ഷേ അതൊക്കെ ഞാൻ എൻ്റെ ആൻറ്റിക്ക് വേണ്ടി ചിലവാക്കും. ഓഹ് എന്ത് നല്ല മരുമകൾ. നിന്നെപ്പോലെ ഒരു മരുമകളെ കിട്ടാനേ പുണ്യം ചെയ്യണം. ഞാൻ ഈ ജന്മത്തിൽ എപ്പോഴോ പുണ്യം ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആ പുണ്യത്തിന്റെ ബലമാ ഈ നിൽക്കുന്ന കള്ളിയായ മരുമകൾ. ആൻറ്റിക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ലല്ലേ? കുറയാൻ തക്ക നീ എന്താടി ചെയ്തത്? ആദ്യം നീ പറഞ്ഞു മലേഷ്യയിലെ കോടീശ്വരിയായിട്ടാ ജീവിച്ചോണ്ടിരുന്നെന്ന്, രാജകുമാരിയായിട്ടാണെന്ന്. കുറെ സ്വത്തും പണവും വീടും പ്രതാപവും പ്രശസ്തിയും എല്ലാം ഉണ്ടെന്ന്. നിനക്ക് കോടീശ്വരനായ അച്ഛൻ മലേഷ്യയിലുണ്ടെന്ന്, വലിയ ബിസിനസ് മാൻ ആണെന്നും. പിന്നീട് നിന്റെ അച്ഛനായിട്ട് നീ തെറ്റിലാണെന്നും നിന്റെ അമ്മയില്ലെന്നും രണ്ടാനമ്മയാണെന്നും പറഞ്ഞുണ്ടാക്കി കെട്ടുകഥ. അതിനുശേഷം നീ ഒരു ഇളയച്ചനാണെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തനെ വിളിച്ചോണ്ട് വന്ന് വെഡ്ഡിവേഷം കെട്ടിച്ചു. ഞങ്ങളെയൊക്കെ അവിടെ നിർത്തി വിഡ്ഢികളാക്കിയില്ലടി നീ. അതിനു മുമ്പേ നീ എൻ്റെ മോനെക്കൊണ്ട് വലിയൊരു കള്ളം ചെയ്യിപ്പിച്ചു. എൻ്റെ ഭർത്താവ് വർഷങ്ങളായി ജോലി ചെയ്തുണ്ടാക്കിയ 50 ലക്ഷം രൂപ ഒരു ദാക്ഷിണ്യം കൂടാതെ നീ എൻ്റെ മോന് വേണ്ടി ഷോറൂം തുടങ്ങിക്കൊടുത്തു. നീ ആരാടി ഇതൊക്കെ ചെയ്യാൻ? എൻ്റെ ഭർത്താവിൻ്റെ കാശാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ അച്ഛനമ്മമാർക്ക് ചെയ്യാൻ അറിയാം. അതൊന്നും നീ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലടി. കാശിന് ഗതിയില്ലാത്തവൾ. ആൻറ്റി എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ ഈ കള്ളങ്ങളൊക്കെ ചെയ്യുന്നത് സുധിയെ തിരികെ കിട്ടാൻ വേണ്ടിയല്ലേ? ആൻറ്റി എന്താ ആൻറ്റി അത് മനസ്സിലാക്കാത്തത്? എനിക്ക് സുധിയെന്ന് വെച്ച ജീവൻ ആൻറ്റി. പ്ലീസ് ആൻറ്റി, എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിർത്തടി, മതി നിന്റെ അഭിനയം. ഇനി ഒരിക്കലും നിന്റെ അഭിനയം ഇങ്ങോട്ടെടുക്കാൻ നിൽക്കണ്ട. നീ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചല്ലേ? അതും ചെറിയ മാലയൊന്നുമല്ല, 2.5 പവൻ വില മതിക്കുന്ന മാല. ഇത്രയും വലിയ മാലയൊക്കെ വാങ്ങിത്തരാൻ നിന്റെ കയ്യിൽ കാശുണ്ടോടി? ആൻറ്റി, എൻ്റെ കയ്യിലുള്ള കാശ് തന്നെ പോരെ. എനിക്ക് ആൻറ്റി എന്ന് വെച്ചാൽ അത്രയ്ക്കും ജീവനാ. ആ ആൻറ്റിക്ക് എൻ്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ചെലവാക്കി സാധനം മേടിച്ചു തരാൻ പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചുതരും. നിർത്തടി, ഇനിയും നീ കള്ളം പറയുന്നോ? ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കാരണക്കുറ്റി നോക്കി ചന്ദ്രമതി നന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട്. ആൻറ്റി എന്തിനാ എന്നെ തല്ലുന്നത്? തല്ലാതെ പിന്നെ നിന്നെ എൻ്റെ തലയിലെടുത്തോണ്ട് വെക്കണോ? നീ എന്താടി കരുതിയത്? കാശിന് ഗതിയില്ലാത്തവളെ 2.5 പവന്റെ മാല കൊണ്ടു തന്നാൽ ഞാനതങ്ങ് വിശ്വസിക്കുമെന്നോ? സ്വർണത്തിന് പകരം അവള് ഗിഫ്റ്റായി മുക്കുപണ്ടം കൊടുത്തയച്ചേക്കുവാ. നിനക്ക് എങ്ങനെ തോന്നിയടി അങ്ങനെ ചെയ്യാൻ? നീ അങ്ങനെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വന്നത് ഇന്നെൻ്റെ മകനാ. സുധിയോ? ആൻറ്റി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സ്വർണം തന്നെയാണ് കൊടുത്തയച്ചത്. ചിലപ്പോൾ അവിടെ നിന്ന് മാറിക്കാണും. സ്വർണം ആരെങ്കിലും മാറ്റി വെച്ച് കാണും. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിർത്തടി, ഇനി നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് എങ്ങോട്ടാ കയറി പോകുന്നത്? ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു കള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ കള്ളി ഇപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ആ വീട്ടിൽ കള്ളം ചെയ്യുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മനസ്സമാധാനമുണ്ട്. ഇനി അവൾ കള്ളം പറയുക സ്വർണം കൊടുത്തയച്ചെന്നും അതാരോ എടുത്തു മാറ്റിയെന്നും. നീ ഇനി രേവതിയുടെ പേരാ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയടി. പാർലറേറ്റത്തിൽ നിന്ന് വിളിച്ച നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. സച്ചി നിർത്ത്. ഇവക്ക് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. എടി, നിന്നെ ഞാൻ തലയെ വെച്ചല്ല കൊണ്ട് നടന്നത്. ഒരുപാട് കാലം നിന്നെ ഞാൻ തലയിലും താഴെ ഞാൻ രേവതിയും വെച്ചോണ്ടാ കൊണ്ട് നടന്നത്. ഇപ്പം എനിക്ക് തോന്നുക നിന്നെ തലയിലെടുത്ത് വെച്ച നേരം കൊണ്ട് ആ രേവതിക്ക് കുറച്ച് സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ സ്നേഹത്തോടെ എനിക്ക് വെച്ച് വിളമ്പി തരാൻ ആരെങ്കിലും ഒരാളുണ്ടാവുമെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ സച്ചിയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. സച്ചി ആകെ ഇമോഷണലായി പോവാണ്. രേവതിയോട് കുറച്ചെങ്കിലും അമ്മയ്ക്ക് സ്നേഹം തോന്നിയെന്ന് സച്ചിക്ക് തോന്നുകയാണ്. ആൻറ്റി, ഞാൻ രേവതിയെ പോലെ ഒന്നും അല്ല ആൻറ്റി. എന്നെ രേവതിയെ കാണുന്നത് പോലെ കാണരുത്. എന്താടി, രേവതിക്ക് എന്താ ഒരു കുറവ്? അവർക്ക് കാശില്ലെന്നേ ഉള്ളൂ. അല്ലാതെ നിന്നെപ്പോലെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നവരല്ല അവര്. കാശില്ലെന്നെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇതുപോലെ കള്ളം പറയുന്നവളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എൻ്റെ മോനെ ഈ അവസ്ഥയിലെത്തിച്ച നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. നിന്നെ എന്നെൻ്റെ മോൻ കെട്ടിയോ അന്ന് മുതൽ കണ്ടകശനി എൻ്റെ മോൻക്ക് തുടങ്ങിയതാ. നീ അല്ലടി എൻ്റെ മോനെ ഇങ്ങനെ ആക്കിയത്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കുറേ തല്ലുന്നുണ്ട് കേട്ടോ ശ്രുതിയെ. എന്നാ ഇത് തടുക്കാൻ വരുന്ന മീര പറയുന്നുണ്ട്, എന്തിനു നിങ്ങളിങ്ങനെ ശ്രുതിയെ തല്ലുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്ക്. അപ്പം തന്നെ ചന്ദ്രമതി മീരയെ കൈ കൊണ്ട് തട്ടുന്നുണ്ട്. ആ സമയത്ത് മീര ഒരു ഭാഗത്ത് പോയി വീഴാണ്. പെട്ടെന്ന് തന്നെ സച്ചി മീരയെ എഴുന്നേൽപ്പിക്കാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇതാണ് പറഞ്ഞത്, വല്ലോരും അടി കൂടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറാൻ നിൽക്കരുതെന്ന്. അല്ല, നീ ഇപ്പം എന്തിനാ അതിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലാൻ പോയത്? അത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമല്ലേ? സച്ചി, നിനക്കൊക്കെ കണ്ണിച്ചോരയുണ്ടോ? അവർ കണ്ടില്ല അവളെ തല്ലി ചതിക്കുന്നത്? വെറുതെയാണോ തല്ലി ചതിക്കുന്നത്? അതിനുള്ള കാരണം കൂടി നീ ഒന്ന് കേക്ക്. നീ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ അറിഞ്ഞോണ്ടല്ലേ എല്ലാം നടക്കുന്നത്. ആ കൈ ഇങ്ങത്താ, ഒന്ന് എഴുന്നേൽപ്പിക്കാം. അങ്ങനെ മീര സച്ചിയുടെ കൈ പിടിച്ച് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ദേ, ഇനി അങ്ങോട്ട് ചെന്നേക്കണ്ട. അമ്മയുടെ കൈക്കൊണ്ട് ഒരെണ്ണം കിട്ടിയാലേ അത് പിന്നെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും മാറ്റിക്കളയാൻ കുറച്ച് പാടായിരിക്കും.
അങ്ങനെ ശ്രുതിയെ അടിക്കുന്നത് കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ വേണ്ടമ്മേ, വിട്ടേക്ക്, അവൾ അങ്ങനെ ഒരു ജന്മമായിപ്പോയി. എല്ലാ കാലത്തും എനിക്ക് തലവേദന മാത്രമേ ഇവളെ കൊണ്ടുണ്ടായിട്ടുള്ളൂ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അവളെ വിട്ടേക്ക്, അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ശ്രുതി, നീ ഇനി എൻ്റെ കൺമുമ്പിൽ വരരുത്. നിന്നെ ഇനി എനിക്ക് കാണാൻ വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എൻ്റെ ജീവിതത്തിൽ തലയിടാൻ വന്നേക്കരുത്. ഇതും പറഞ്ഞിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, കേട്ടല്ലോ എൻ്റെ മോൻ പറഞ്ഞത്, ഇനി എൻ്റെ മകൻ്റെ നിഴൽവാട്ടത്തെ പോലും നീ വന്നു പോവരുത്. കേട്ടോടി? ആൻറ്റി ഒന്ന് നിന്നേ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതും കൂടി പറഞ്ഞിട്ട് ആൻറ്റി പോയാൽ മതി. ഞാനിപ്പോൾ ചെയ്ത തെറ്റൊക്കെ എന്താ ശ്രുതിക്ക് ബാധിച്ചത്? അത് നിനക്കറിയണല്ലേടി. അത് പറഞ്ഞിട്ടേ ചന്ദ്രമതി ഇവിടുന്ന് പോകത്തുള്ളൂ. നീ എന്ത് കരുതിയടി? നീ ഒരു 2-2.5 പവൻ വാങ്ങിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റാക്കി തരുമ്പോൾ ഞാൻ അതിലങ്ങ് മനം മയങ്ങി വീഴുമെന്നോ? നിന്നെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോകുമെന്നോ? എന്നാൽ ആ ചന്ദ്രമതി മാറി. സ്വത്തിനും പണത്തിനും മാത്രം പ്രശസ്തി കൊടുക്കുന്ന ചന്ദ്രമതി അല്ലേ ഇപ്പോൾ. അത് മനസ്സിലാക്കിയ നിനക്ക് നന്ന്. പിന്നെ നീ എനിക്ക് തന്ന മുക്കുപണ്ടം ഉണ്ടല്ലോ, അത് നിൻ്റെ മരിച്ചുപോയ അമ്മയെ ഞാൻ പറയുന്നില്ല. നീ പ്രവചനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത നിൻ്റെ അച്ഛനുണ്ടല്ലോ, മലേഷ്യക്കാരൻ അച്ഛൻ, കോടീശ്വരൻ, അയാൾക്ക് എറിഞ്ഞു കൊടുക്ക്. അല്ലാതെ എൻ്റെ അടുത്തോട്ട് അതുമായിട്ട് വരണ്ട. ചി, നാണമില്ലാത്തവള്. മുക്കുപണ്ടം തന്ന ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് പറ്റിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് മതിയായിട്ടില്ല. എടി, നിനക്കറിയോ, നീ സുധിയുടെ നല്ലതിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടേ സുധി ആ മാലയും കൊണ്ട് പണയം വെക്കാൻ പോയി. പണയം വെക്കാനോ? അതെടി, അത് സ്വർണ്ണമാണെന്ന് കരുതി നിന്നെ വിശ്വസിച്ച് അവനത് പണയം വെക്കാൻ ചെന്നു. അവിടെ വെച്ച് മുക്കുപണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അവരവനെ പോലീസിൽ ഏൽപ്പിച്ചു. അവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നു ഇന്നലെ ഒരു ദിവസം. ഇന്ന് രാത്രി സച്ചി പോയിട്ടാ അവൻ അവിടെ നിന്ന് ഇറക്കിയത്. അതുവരെ എൻ്റെ മോൻ ആ ലോക്കപ്പിൽ കിടന്നു. പറയടി, അതിനുള്ള ഉത്തരം എനിക്ക് തന്നിട്ട് നീ പോയാൽ മതി. എന്തിനു വേണ്ടിയാ? നീ എൻ്റെ മോനെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത്. പറയടി. ഇടി എരണം കിട്ടവളെ, നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. നീ ഇനി എന്ത് ചെയ്താലും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലേ ഞങ്ങളാരും. അതുകൊണ്ട് ഒരടവും ഇനി നിൻ്റെ നടക്കില്ല. ഇനി എൻ്റെ ചന്ദ്രോദയ എന്ന വീട്ടിൽ കാലുകുത്താന്ന് നീ പ്രതീക്ഷിക്കേണ്ട. എൻ്റെ മോൻ്റെ ഡിവോഴ്സ് ലെറ്റർ എത്രയും പെട്ടെന്ന് നിനക്കെത്തും. അതിലങ്ങ് ഒപ്പിട്ട് തിരിച്ചയച്ചാൽ മതി. പിന്നെ ഞാനിപ്പം നിന്നെ തല്ലിയതിന് നിനക്ക് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കടി. അതിന് എത്ര കാലം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കും. പക്ഷേ എൻ്റെ സുധി, അവനെ നിനക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ നിൽക്കണ്ട. സച്ചി, കാറെടുക്ക്, നമുക്ക് പോവാം. ഒരു മിനിറ്റ്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പേഴ്സ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ശ്രുതിയുടെ മുഖത്തോട്ട് വലിച്ചെറിയാണ്. എടി, ഈ നക്കാപ്പിച്ച കൊണ്ടെങ്കിലും എവിടെങ്കിലും പോയി ജീവിക്ക്. അതും അന്തസ്സായിട്ട് ജീവിക്ക്. പണിയെടുത്ത് ആ രേവതി പൂ കെട്ടിയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. നീയോ വന്നപ്പോൾ തന്നെ എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് ആധാരം വരെ പണയം വെച്ച് നിനക്ക് കാശെടുത്ത് തന്നു. അവിടെ മുതൽ നിന്റെ പറ്റിക്കൽ ആരംഭിച്ചതാ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കടി. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമാവാണ്. ആൻറ്റി, ഞാൻ പറയുന്നോന്ന്. അപ്പം തന്നെ മീര വന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് നിർത്ത് ശ്രുതി, മതിയായില്ലേ നിനക്ക്? ഇനി നീ ആരോടാ സംസാരിക്കാൻ നിൽക്കുന്നത്? ഛേ, ഇത്രയൊക്കെ ചെയ്തു വെച്ച് നിന്നെ വേണം പറയാൻ. ഇനി പറയടി, അങ്ങോട്ട് ചെന്ന് പറ, നിനക്കൊരു കുഞ്ഞും കൂടി ഉണ്ടെന്ന്. നിന്നെ അവർ കൈവേളയിലെടുത്ത് പൊക്കും. ഛേ, നാണം കെട്ടില്ല നീ ശ്രുതി. എന്തായാലും നീ ഒരു കാര്യം ഉറപ്പിച്ചോ, അവരെ നിന്നെ ആ വീടിൻ്റെ 7 അകലത്ത് എത്തിക്കാൻ സമ്മതിക്കത്തില്ല. ആ സുധിയെ മറന്ന് മറ്റൊരു ജീവിതം നോക്ക്. അതാ നിനക്ക് നല്ലത്. എല്ലാത്തിനും കാരണം നീ മാത്രമാ. മീരെ, ഒന്ന് നിർത്ത്. നിർത്താൻ പറ്റത്തില്ല. എത്രയോ തവണ നിന്നോട് കള്ളങ്ങൾ ചെയ്യരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും നീ അതൊന്നും കേട്ടില്ലല്ലോ. അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്ക്. നീ ഒരു കാര്യം ഓർത്തോ ശ്രുതി, ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നിൻ്റെ അമ്മയും മകനും കൂടിയാ. അതുകൂടി മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. ഞാൻ മര്യാദയ്ക്കൊരു കാര്യം പറയാം. ഇനിയും നിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ബാക്കിയുണ്ട് ശ്രുതി. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്ക്. അല്ലാതെ ഇനി നിനക്ക് ആ വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് മീര അവിടുന്ന് പോവാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് കരയുന്നതും കാണിക്കുന്നുണ്ട്. ശരിയാ, മീര പറഞ്ഞത് എന്തുകൊണ്ട് ശരിയാ. എല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തിയാ. ഞാനായിട്ട് നേടിയെടുത്ത ജീവിതം ഞാനായിട്ട് അവസാനിപ്പിച്ചില്ലേ. ഞാൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് കളഞ്ഞില്ല ഈശ്വര. ഇനി ഞാൻ അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെയാ നോക്കുക? ആൻറ്റി എനിക്കിപ്പോൾ ഒരു പിച്ചക്കാരിയുടെ വില മാത്രമേ തരുന്നുള്ളൂ. രേവതിക്ക് കൊടുക്കുന്ന വില പോലും എനിക്കിപ്പോൾ ആൻറ്റി തരുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇനി അങ്ങോട്ട് കയറി ചെല്ലേണ്ട ആവശ്യം? അപ്പം മീര പറയുന്നുണ്ട്, രേവതിയുടെ വില തന്നിട്ടില്ലെങ്കിലും നിന്നവിടെ അവിടെ നിൽക്കാൻ അനുവദിച്ചാൽ മതി. അതെങ്കിലും കിട്ടുമെന്ന് നോക്ക് നീ. എന്നാലും നീ മറച്ചു വെക്കുന്ന യഥാർത്ഥ രഹസ്യം അതവരറിഞ്ഞിട്ടില്ലല്ലോ. അതവരറിഞ്ഞാൽ എന്തുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതും കൂടി അവരറിയിക്ക്.
അതുകൂടി അറിയിച്ചാൽ പിന്നെ നിനക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡ് ഉടനടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.